വിജയ് നായകനായ കത്തി എന്ന ചിത്രത്തിലൂടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്നവരാണ് ലൈക്ക പ്രൊഡക്ഷൻസ്. 6ഓളം രാജ്യങ്ങളിൽ സെൽഫോൺ നെറ്റ്വർക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ലൈക്കയുടെ തമിഴിലെ അരങ്ങേറ്റം ആദ്യ ചിത്രം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ലൈക്ക പിന്നീട് ഒരുപിടി മികച്ച ചിത്രങ്ങൾ വിതരണത്തിലെടുക്കുകയും ചെയ്തു. മണി രത്നത്തിന്റെ ഡ്രീം പ്രൊജക്റ്റായ പൊന്നിൻ സെൽവന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തതും ലൈക്കയായിരുന്നു. 250 കോടി ബജറ്റിൽ 2 ഭാഗങ്ങളിലായി ഒരുങ്ങിയ പൊന്നിൻ സെൽവത്തിന്റെ ആദ്യ ഭാഗം ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറി. ലൈക്കയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റും പൊന്നിൻ സെൽവമായിരുന്നു. 400 കോടി ബഡ്ജറ്റിലെത്തിയ ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം 2.0യും മികച്ച വിജയം സ്വന്തമാക്കി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലൈക്ക നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ തിളങ്ങാതെ പോവുകയായിരുന്നു. ഇന്ത്യൻ 2 കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മോശം ചിത്രമെന്ന ദുഷ്പേര് കേൾപ്പിച്ചപ്പോൾ വേട്ടയാനും വിടാമൂർച്ചയും ബഡ്ജറ്റ് തിരിച്ചു പിടിക്കാനാകാതെ തിയേറ്ററുകളിൽ പരാജയമായി മാറി. ഇപ്പോഴിതാ പ്രൊഡക്ഷൻ ഹൗസിന് ലൈക്ക പൂട്ടിടാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നിലവിൽ ലൈക്ക അനൗൺസ്മെന്റ് ചെയ്ത 2 ചിത്രങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാകും ലൈക്ക സിനിമാ നിർമ്മാണത്തിൽ പിൻവാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ശങ്കർ കമലഹാസൻ കൂട്ടുകെട്ടിൽ ഇന്ത്യൻ 3 ആണ് ഇതിൽ പ്രധാന ചിത്രം. കഴിഞ്ഞ വർഷം ട്രോളർമാർ കീറിമുറിച്ച ഇന്ത്യൻ 2 അവസാനിച്ചത് 3ാം ഭാഗത്തിന്റെ ട്രെയിലർ കാണിച്ചുകൊണ്ടായിരുന്നു. സേനാപതി എന്ന കഥാപാത്രം എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയായെന്നും സേനാപതിയുടെ അച്ഛൻ വീരശേഖരന്റെ കഥയുമാണ് ഇന്ത്യൻ 3 പറയുന്നത്. 3ാം ഭാഗത്തിന്റെ കഥയാണ് 2ാം ഭാഗം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് കമലഹാസൻ പറഞ്ഞിരുന്നു. തമിഴ് സൂപ്പർ താരം വിജയുടെ മകൻ ജോൺസൺ സഞ്ജയ് സംവിധായക കുപ്പായം അണിയുന്ന ചിത്രമാണ് അടുത്ത പ്രോജക്റ്റ്. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഈ വർഷം പകുതിയോടെ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത്. എമ്പുരാനിലൂടെ മലയാളത്തിലും ലൈക്ക അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. എന്നാൽ മുൻ ചിത്രങ്ങൾ ഏൽപ്പിച്ച നഷ്ടവും എമ്പുരാന്റെ സാറ്റലൈറ്റ് റേറ്റിനെ കുറിച്ചുള്ള വാക്കു തർക്കവും കാരണം ലൈക്ക പിന്മാറുകയായിരുന്നു.